26% ഇറക്കുമതി തീരുവ വരുന്നതോടെ ഇന്ത്യക്കുണ്ടാകാൻ പോകുന്ന സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ വാണിജ്യ മന്ത്രാലയം വിശകലനം ചെയ്തു വരികയാണ്. ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റീൽ, അലൂമിനിയം എന്നീ ഉൽപ്പന്നങ്ങൾക്ക് ഇതിനകം 25% താരിഫ് അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏപ്രിൽ 5 മുതൽ 8 വരെ ഇന്ത്യയിൽ നിന്നുള്ള ശേഷിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് 10% അടിസ്ഥാന താരിഫിന് വിധേയമാണ്. ഏപ്രിൽ 9 മുതൽ ഓരോ രാജ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ അമേരിക്ക ചുമത്തിയ പകരച്ചുങ്കം അനുസരിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് മേൽ 26% തീരുവ ചുമത്തും. തീരുവ ചുമത്തിയാൽ രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം ശ്രമിക്കുന്നത്. 26% തീരുവ ഉയർത്തിയിട്ടും ഇന്ത്യക്ക് മിണ്ടാട്ടമില്ലെന്നും വ്യവസായ മേഖലയെ ബാധിക്കും എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിമർശിച്ചത്. അതോടൊപ്പം തന്നെ തീരുവയിൽ ഉൾപ്പെടുത്തിയവയും ഒഴിവാക്കിയവയുമായ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നോക്കാം. ഉൾപ്പെടുത്തിയവ കാറുകൾ, തുണിത്തരങ്ങൾ, ഷൂ, വൈൻ, കാപ്പി, അലൂമിനിയം, ഓട്ടോമൊബൈൽ എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തുണിത്തരങ്ങൾ അടക്കമുള്ള, കാപ്പി അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇന്ത്യക്ക് പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മറ്റ് രാജ്യങ്ങളുമൊക്കെയായി നോക്കുമ്പോൾ തീരുവ കുറവായതുകൊണ്ട് അത് മറികടക്കാൻ കഴിയുമെന്നാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. ഒഴിവാക്കിയവയിൽ ഫാർമസ്യൂട്ടിക്കൽ, സെമി കണ്ടക്ടറുകൾ, ചെമ്പ്, എണ്ണ, പ്രകൃതിവാതകം, കൽക്കരി, LNG എന്നിവയാണ് തീരുവയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും ഈ തീരുവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇന്ത്യയുടെ പ്രതികരണം ഉണ്ടാകുക എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. കാരണം നിലവിൽ ഇന്ത്യ ഇക്കാര്യത്തിൽ ഈ നിലവിലെ ഒരു സാഹചര്യത്തിൽ എങ്ങനെ നീങ്ങണം എന്ന കാര്യം വാണിജ്യ മന്ത്രാലയം ആലോചിക്കുകയാണ്. ലോക ഫാർമസിയാണ് ഇന്ത്യ, അതായത് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിന് ഈ തീരുവയിൽ ചുമത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഇന്ത്യക്ക് ഗുണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിപണിയിലെ മത്സരവുമായി നോക്കുമ്പോൾ ബംഗ്ലാദേശ് അടക്കമുള്ള മറ്റ് രാജ്യങ്ങളെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യക്ക് തീരുവ കുറവാണ്. അതുകൊണ്ട് തന്നെ വിപണിയിലെ മത്സരത്തിൽ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നാണ് കരുതുന്നത്. അതായത് തന്ത്രപരമായ ചില ഇനങ്ങളിൽ മാത്രം തീരുവയില്ല. ഇന്ത്യയുടെ തുടർ നീക്കങ്ങൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാകും, കരുതലോടെ എങ്ങനെ ഇന്ത്യ നീങ്ങും എന്ന കാര്യങ്ങളൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. നിലവിൽ ഈ താരിഫുമായി ബന്ധപ്പെട്ട് ഈ ഇന്ത്യയുടെ അതോടൊപ്പം തന്നെ കേരളത്തെയൊക്കെ അത് എങ്ങനെ ബാധിക്കും എന്ന് നോക്കാം. PJ വിൻസെന്റ് വിലയിരുത്തും. ട്രംപിന്റെ വ്യാപാര ചുങ്ക നയം ഇന്ത്യയെ വലിയ രൂപത്തിൽ ബാധിക്കും. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെ അമേരിക്കയിലെ വലിയ ടെക് ഭീമന്മാരായിട്ടുള്ള മൈക്രോസോഫ്റ്റിലും ആപ്പിളിലും ആമസോണിലുമൊക്കെയാണ് ധാരാളം ടെക്നോക്രാറ്റുകൾ ജോലി ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റുകൾ, ടെക്നോക്രാറ്റുകളൊക്കെ ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ ഈ കമ്പനികൾക്ക് ഉണ്ടായിട്ടുള്ള തകർച്ച തീർച്ചയായിട്ടും ഈ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ പോയി ജോലി ചെയ്യുന്ന ആളുകളുടെ ജോലി സാധ്യതയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ ചുങ്കം ചുമത്തുമ്പോൾ അതിൻ്റെ വില വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ ഇറക്കുമതി, അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരത്തിൽ ഇന്ത്യക്ക് ഇപ്പോൾ വ്യാപാര മിച്ചമുണ്ട്. അത് ക്രമാനുഗതമായി കുറഞ്ഞു വരിക വഴി നമ്മളുടെ സാമ്പത്തിക രംഗത്തെ അത് തെറ്റായി പ്രതിലോമകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതോടൊപ്പം ഒരു വലിയ സാധ്യത കൂടി തുറന്നു വരുന്നുണ്ട്. അത് ചൈനയുടെ മേലെ ചുമത്തിയിട്ടുള്ള ഈ 34% വരുന്ന ചുങ്കം, അതുപോലെ മറ്റ് വികസിത രാജ്യങ്ങളുടെ മേലെ ചുമത്തിയിട്ടുള്ള ചുങ്കമൊക്കെ ഇന്ത്യക്ക് വലിയ സാധ്യതകൾ തുറന്നു നൽകുന്നുണ്ട്. അപ്പോൾ ചൈനയുടെ നഷ്ടം ഭാവിയിൽ ഇന്ത്യയുടെ ലാഭമായി മാറാനുള്ള ഒരു സാധ്യത കൂടി നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ നിലവിൽ ചുമത്തിയിട്ടുള്ള ഈ ചുങ്കം ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ സാരവത്തായി ബാധിക്കും. അതുപോലെ അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ മേലെ ചുമത്തിയിട്ടുള്ള നികുതി കുറയ്ക്കാൻ നമ്മൾ നിർബന്ധിതമാകുക വഴി ഇന്ത്യൻ വിപണിയിലേക്ക് അമേരിക്കയുടെ ഹാർലി ഡേവിഡ്സൺ മോട്ടോർ ബൈക്ക് അടക്കമുള്ള വാഹനങ്ങളും അതുപോലെ യന്ത്രസാമഗ്രികളും ഒക്കെ ഇന്ത്യൻ വിപണിയിലേക്ക്, എണ്ണയടക്കമുള്ളവ ഇന്ത്യൻ വിപണിയിലേക്ക് കടന്നു വരും. അത് തദ്ദേശീയ വ്യവസായത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യും. ഏതായാലും ട്രംപ് നടപ്പാക്കുന്നത് പ്രൊട്ടക്ഷനിസമാണ്. ഇപ്പോൾ സ്പെയിനിൻ്റെ പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് പറഞ്ഞിരിക്കുന്നത് ഇത് 19ാം നൂറ്റാണ്ടിലെ താരിഫ് ചുങ്ക സംരക്ഷണ നയം, താരിഫ് പ്രൊട്ടക്ഷൻ നയമാണ് അദ്ദേഹം നടപ്പാക്കുന്നത്. 21ാം നൂറ്റാണ്ടിൽ ലോകം വലിയ രൂപത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ട ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംരക്ഷിത നയം ഫലപ്രദമായി പ്രവർത്തിക്കില്ല.
19-ാം നൂറ്റാണ്ടിലെ പ്രൊട്ടക്ഷനിസം 21-ാം നൂറ്റാണ്ടിൽ കൊണ്ടുവന്ന് വിവേചനരഹിതമായി പ്രയോഗിക്കുന്നു എന്നതാണ് ട്രംപിൻ്റെ വ്യാപാര നയത്തിനെതിരെ ഉയർന്നു വരുന്ന വിമർശനം. മിസ്റ്റർ ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ആഗോള ഓഹരി വിപണികളിൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും ഏഷ്യൻ വിപണിയിൽ വലിയ നഷ്ടങ്ങളാണ് സംഭവിച്ചത്. ഇതോടെ നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപ മാർഗങ്ങളിലേക്ക് തിരിയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർണ്ണവില കുത്തനെ ഉയരുകയാണ്. വരും ദിവസങ്ങളിൽ ഇത് ഓഹരി വിപണിയെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. ഓഹരി വിപണിയിൽ ഓൾറെഡി നിലവിൽ ചാഞ്ചാട്ടത്തിൻ്റെ സൂചനയാണ് നൽകുന്നത്. വ്യാപാര നയം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഓഹരി വിപണിയിൽ വൻ തകർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, ലോക സാമ്പത്തിക ക്രമത്തെ തന്നെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട മൾട്ടിനാഷണൽ കോർപ്പറേഷനുകളാണ് മാഗ്നിഫിഷ്യന്റ് 7 എന്നറിയപ്പെടുന്ന ടെക് ഭീമന്മാർ അമേരിക്കയിലെ. 1970-കളിലും 80-കളിലും ഒക്കെ ലോക വ്യാപാര ക്രമത്തെ നിർണ്ണയിച്ചത് 7 മേജർ 7 എന്നറിയപ്പെടുന്ന പെട്രോളിയം കമ്പനികളാണ് എങ്കിൽ ഇന്ന് ആഗോള സമ്പദ് വ്യവസ്ഥയെ നിർണായകമായി സ്വാധീനിക്കുന്നത് ആപ്പിൾ, മെറ്റ, അതുപോലെ ടെസ്ല അടക്കമുള്ള അമേരിക്കയിലെ ടെക് ഭീമന്മാരാണ്. അവരുടെ ഓഹരികളെല്ലാം കുത്തനെ ഇടിയുന്ന സാഹചര്യമാണുള്ളത്. അമേരിക്ക വ്യാപാര മാന്ദ്യത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ സൂചനകൾ നൽകുന്നു. ഇതിൻ്റെ പ്രതിഫലനം ലോകത്തിലെ മറ്റു സമ്പദ്ഘടനകളിലും ഉണ്ടാവും. അത് ജപ്പാൻ ഒരു വികസിത രാജ്യമാണ്. ചൈന അതിവേഗം വികസിത രാജ്യമായിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യ അതിവേഗ വളർച്ചയുടെ പാതയിലാണ്. ഇതിനൊക്കെ ഇന്ത്യയുടെ വളർച്ചാ വേഗം കുറയ്ക്കുകയും ചൈനയ്ക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുവാനും വികസിത രാജ്യങ്ങളായ യൂറോപ്യൻ യൂണിയനും അതുപോലെ ജപ്പാനും ഒക്കെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു താരിഫ് നയമാണിത്. ഓഹരി വിപണി തളർച്ചയിലാണ്. സ്വാഭാവികമായിട്ടും അത് ആഗോളാടിസ്ഥാനത്തിൽ തന്നെയുള്ള ഖഗോള സമ്പദ്ഘടനയിൽ ഒരു മാന്ദ്യത്തിൻ്റെ സൂചന നൽകുന്നുണ്ട്. അത് അമേരിക്കയിൽ ആഴത്തിൽ വ്യാപിക്കാൻ സാധ്യതയുള്ള വ്യാപാര കുഴപ്പത്തിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യവും നിലവിലുണ്ട്. അമേരിക്കയുടെ പകരച്ചുങ്കം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ എങ്ങനെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്.